ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ പോലീസുകാർ അവിടേക്ക് എത്തുകയാണ്. അതായത് ചന്ദ്രയുടെയൊക്കെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രേവതിയെ അകത്തേക്ക് കയറ്റാനും അതുപോലെ തന്നെ രേവതിക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചി. അങ്ങനെ ആ പോലീസുകാർ വരുന്ന സമയം പരാതി ഇല്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കാനാണ് ശരിക്കും അവർ വരുന്നത്. പക്ഷേ അവിടെ അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞായിരുന്നു ഇത് കുടുംബ പ്രശ്നം മാത്രമാണ്, അതുകൊണ്ട് കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ആരാ പറഞ്ഞത് അങ്ങനെയൊക്കെ? ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല, ഇതെന്തായാലും കേസാക്കിയേ തീരുള്ളൂ, ഉറപ്പായിട്ട് ഇത് കേസാക്കണം എന്ന് ചന്ദ്ര വാശി പിടിക്കുകയാണ്. അത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. രേവതി പറയുന്നുണ്ട്, അച്ഛൻ്റെ കാൽ പിടിച്ച് പറയാണ്, അച്ഛ ചെയ്യല്ലേ അച്ഛ, എൻ്റെ അനിയനൊരു തെറ്റ് പറ്റിപ്പോയി, അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകരുതെന്ന് പറ, അവൻ്റെ എതിരെ കേസ് കൊടുക്കരുതെന്ന് പറ അച്ഛ എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സച്ചി ആയാലും അച്ഛ അവനൊരു തെറ്റ് പറ്റി ഒപ്പിട്ട് കൊടുക്കല്ലേ എന്ന് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനിങ്ങനെ കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ഒന്നും നോക്കാതെ അവനിക്ക് എതിരെ അവന് പരാതി എഴുതി കൊടുത്ത് അതിൽ ഒപ്പിടിച്ചിട്ട് തന്നെയാണ് പോലീസുകാർ അവിടെ നിന്നും പോകുന്നത്. ഒരു ദയയോ ഒരു അലിവോ ഒന്നും തന്നെ ചന്ദ്രയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്നും ചിരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രുതി വിചാരിച്ച കാര്യം സാധിച്ചല്ലോ. എന്തായാലും നവീനെ പോലീസ് പിടിച്ചു, അതായത് ആ PI നമ്മുടെ ആന്റണിയുടെ കസ്റ്റഡിയിലാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവൾക്കും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ആന്റണി നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുന്നുണ്ട്, ശ്രുതിയോട് പറയാണ്, എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് മീരയെയും കൂട്ടി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന ആന്റണി പറയുന്നുണ്ട്, അതെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം, പറയല്ല കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെയാണെങ്കിൽ ഈ പറയുന്ന PA ഇത് ഗ്ലൂക്കോസൊക്കെ കയറ്റി ഇടിച്ച് പഞ്ചറാക്കിയിട്ട് നെറ്റിയിലൊരു കെട്ടും അതുപോലെ തന്നെ കൈക്കൊരു കെട്ടും അവിടെ ഇവിടെ ഇടിച്ച പാടുകളും പൊട്ടിയ അടയാളങ്ങളൊക്കെ തന്നെയുണ്ട്. ഞങ്ങളെ നന്നായി ഒന്ന് പെരുമാറിയപ്പോൾ ഇവൻ്റെ നില ഈ അവസ്ഥയിലായി എന്ന് പറയുന്നുണ്ട്. അതിനെന്താ നന്നായുള്ളൂ എന്ന് ശ്രുതി അങ്ങനെ പറയുന്ന സമയത്ത്, പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഇവനിപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്നൊരു ഡോക്ടറെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇയാൾ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്രയധികം തല്ലിച്ചതച്ചതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ ശ്രുതി പറഞ്ഞില്ലേ, അവനിനി ഒരിക്കലും നിന്റെ പുറകെ വരരുതെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ആന്റണിയും പറയുകയാണ്. അപ്പോൾ ആ സമയം ഇതിപ്പോൾ ഞങ്ങൾ എന്ത് വേണമെന്നാണ് പറയുന്നത്? അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവൻ എന്താണ് പറ്റിയതെന്ന് ഇവൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം നീയും ഞാനും എല്ലാവരും കുടുങ്ങും. ഞാൻ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിന്റെ പേര് പറയുമെന്ന് ആന്റണി ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ദൂരെയായിട്ട് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്, അപ്പോൾ അവിടെ കൊണ്ടുപോകാം, പക്ഷേ പൈസ നല്ല രീതിയിൽ ചിലവുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എത്ര രൂപ വരുമെന്ന് ചോദിക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപ എന്തായാലും വേണം തൽക്കാലം, അതിനുശേഷം പിന്നീട് അത് അറിയിക്കും. ഇവനെ എന്തായാലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, നീ എന്നെ ചൂഷണം ചെയ്യുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവൻ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ആന്റണി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി മീരയും കൂടിയിട്ട് അവിടെ നിന്നും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ രേവതിക്കും അനിയനും സംഭവിച്ചത് അതിൽ സന്തോഷിച്ച ശ്രുതിക്ക് തിരിച്ചടിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ആന്റണി അകത്തേക്ക് പോവുകയാണ്. ഇവർ പോയതിനു ശേഷം PAയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ അസുഖമായിട്ട് ആ പൊട്ടിയ അടയാളങ്ങളൊക്കെ തന്നെ അവരുണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുത്ത അടയാളങ്ങളാണ്. അതുപോലെ തന്നെ അവൻ്റെ കൈക്കോ തലയ്ക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള മുറിവുകളോ ഒന്നും തന്നെ, അവൻ എഴുന്നേറ്റിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആന്റണി പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞത്, അവളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, അതൊക്കെ നമുക്കിങ്ങോട്ട് അടിച്ചെടുക്കണം എന്ന് ആ PA ആന്റണിയോട് പറയുകയാണ്. അപ്പോൾ അതിന് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം, അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒത്തുചേർന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ് എന്തായാലും വരുന്ന ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. കാത്തിരിക്കാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്